1913 ബോറിന്റെ അറ്റോമിക് മോഡൽ വരുന്നത്. ബോർ അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ എനർജി കോണ്ടൈസ്ഡ് ആണ്, ഇതുപോലെ ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രം ലഭിച്ചു, അവിടെയൊക്കെ തന്നെ ഏതോ ഒരു കൃത്യമായിട്ടുള്ള കോണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസുകൾ നമുക്ക് ലഭിച്ചു. ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ബോർ തന്റെ അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ബോർ അറ്റോമിക് മോഡലിന്റെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് അത് സിമിലർ തന്നെയായിരുന്നു, റദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡലിനോട് സിമിലർ തന്നെയായിരുന്നു. പക്ഷേ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് നിശ്ചിതമായിട്ടുള്ള ഒരു ഫിക്സ്ഡ് എനർജിയും ഫിക്സ്ഡ് റേഡിയസുമുള്ള ഓർബിറ്റുകളിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഇതാണ് ബോറിന്റെ കണ്ടുപിടുത്തം. ഈ ഓരോ എനർജി ലെവലുകളിലും ഇലക്ട്രോണുകൾ കാണുന്നു. ഓരോ എനർജി ലെവലുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഓർബിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് ന്യൂ ആയിരിക്കുമെന്നും ബോർ പറയുന്നുണ്ട്. അതുപോലെ ഓരോ ഓർബിറ്റുകളിലുമുള്ള ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് മാസ്, വെലോസിറ്റി, റേഡിയസ് അല്ലെ. ഇവിടെ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് h/2π അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞ ബോർ അറ്റോമിക് മോഡലിലെ ഓർബിറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു സർക്കുലർ പാത്ത് ആയിരിക്കുമെന്നും അത് ന്യൂക്ലിയസിന് ചുറ്റും കോൺസെൻട്രിക് ആയിട്ടാണ് കാണപ്പെടുന്നതെന്നും ബോർ പറയുന്നത്. ഇലക്ട്രോണിന് കൃത്യമായ ഒരു പൊസിഷനാണ് ബോർ ഇതുവഴി നൽകുന്നത്. ഇത്തരം ഓർബിറ്റുകളുടെ നമ്പറിനെ ബോർ ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ബോർ ആദ്യത്തെ ഓർബിറ്റ് 1 ആണെങ്കിൽ അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെന്നും ഈ n എന്ന് പറയുന്ന ടേം അത് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തന്നെയാണ് എന്നും ബോർ വിളിച്ചു. അതായത് ആംഗുലാർ മൊമെന്റം mvr nh/2π എന്ന് പറയുമ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. അത് ആദ്യത്തെ ബോർ ഓർബിറ്റിലാണെങ്കിൽ n = 1, അതിനേക്കാൾ വലിയ ബോർ ഓർബിറ്റിലാണെങ്കിൽ n = 2, വീണ്ടും വലുതാണെങ്കിൽ n = 3. അതങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ബോർസ് അറ്റോമിക് മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ബോർ അറ്റോമിക് മോഡൽ പറഞ്ഞു വെച്ച മറ്റൊരു വലിയ ഡിസ്കവറി എന്ന് പറയുന്നത് എനർജി ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഓർബിറ്റുകൾ എന്നുള്ളതാണ്. 2 ഓർബിറ്റ് തമ്മിലുള്ള എനർജി ലെവൽ ഡിഫറൻസും അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ സ്പെക്ട്രയിൽ ഇത്തരം ലൈനുകൾ കാണപ്പെടുന്നത് എന്ന് ബോർ ഡിറൈവ് ചെയ്ത് തന്നെ കാണിച്ചു. അദ്ദേഹം ആദ്യത്തെ ഒരു എനർജി ലെവൽ എടുത്തു. എങ്ങനെയാണ് ഓരോ ഓർബിറ്റിലെയും എനർജി കണ്ടുപിടിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അത് വെച്ചുകൊണ്ട് 2 എനർജി ലെവലുകളുടെ ഡിഫറൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അദ്ദേഹം പറഞ്ഞു. അതിനെ നമുക്ക് എനർജി ടേമിൽ എഴുതാം, അതുപോലെ തന്നെ ഫ്രീക്വൻസിയിൽ എഴുതാം, അതുമല്ലെങ്കിൽ വേവ് നമ്പറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ വേവ് നമ്പറിൽ റെപ്രസെന്റ് ചെയ്ത ബോറിന്റെ അതേ ഇക്വേഷൻ തന്നെയായിരുന്നു റിഡ്ബർഗും പറഞ്ഞു വെച്ചത്. അതായത് റിഡ്ബർഗ് അന്നത്തെ ഒരു ഡാറ്റ അവൈലബിലിറ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അന്നത്തെ ഒരു അറിവും ഡാറ്റയും വെച്ചുകൊണ്ട്, എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു ലൈൻ സ്പെക്ട്രയിൽ നിന്നാണ് അദ്ദേഹം ഈ പറയുന്ന ലൈനുകളുടെ എനർജി ഡിഫറൻസ് കണ്ടുപിടിച്ചതെങ്കിൽ ബോർ ഈ ലൈനുകൾ അറൈസ് ചെയ്യപ്പെടുന്നത് ബോർ ഓർബിറ്റുകളുടെ എനർജി ഡിഫറൻസുകൾ ആണ് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ബോർ പറഞ്ഞു വെച്ച വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഈ പറയുന്ന ഓർബിറ്റുകളാണെന്ന് പറഞ്ഞല്ലോ. ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി ഫിക്സ്ഡ് ആണെന്നും പറഞ്ഞു. പക്ഷേ ഈ ഇലക്ട്രോണുകൾക്ക് ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ പറ്റും. ഒരു എനർജി ലഭിക്കുകയാണെങ്കിൽ അതിന് ഹയർ ഓർബിറ്റലിലേക്ക് പോകാൻ കഴിയും. പക്ഷെ അതിന്റെ ഇടയിൽ അതിന് പോകാൻ കഴിയില്ല. അതാണ് ക്വാണ്ട എന്ന് പറയുന്നത്. അതായത് ഒരു ഫിക്സ്ഡ് എനർജി, ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യത്തെ ഓർബിറ്റിൽ ഒരു 10 എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ രണ്ടാമത്തേതിലേക്ക് പോകണമെങ്കിൽ വീണ്ടും ഒരു 20 കിട്ടണം. ഒരു 20 എമൗണ്ട് ഓഫ് എനർജി ലഭിച്ചാൽ മാത്രമാണ് രണ്ടാമത്തെ ഓർബിറ്റിലേക്ക് പോകാൻ കഴിയുക എന്ന് വെച്ചാൽ ഒരു 15 അപ്ലൈ ചെയ്തത് കൊണ്ട് ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കില്ല. അവിടെ 20 തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ എനർജിയുടെ ക്വാണ്ടൈസ്ഡ് ഫോമിനെ ഈ ആറ്റം മോഡലുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ബോർ ചെയ്തത്. ഇതാണ് ബോറിന്റെ അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്. ഇതുവഴി ബോർ ഓർബിറ്റിന്റെ റേഡിയസും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അറ്റോമിക് റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Rn എന്ന് പറയുന്നത് n² a0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 52.9 പൈക്കോമീറ്റർ. അതായത് ആദ്യത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ഈ പറയുന്ന 52.9 പൈക്കോമീറ്റർ. അതായത് 1 ആണെങ്കിൽ 52.9 പൈക്കോമീറ്റർ, 2 ആണെങ്കിൽ 2² മൾട്ടിപ്ലൈഡ് ബൈ ദിസ് വാല്യൂ, അങ്ങനെ. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്തോറും ഓർബിറ്റിന്റെ റേഡിയസ് കൂടി വരുന്നു എന്നുള്ളതാണ് അതിന്റെ
സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടായിരുന്നത് ബോർ അറ്റോമിക് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞത് ഹൈഡ്രജൻ സ്പെക്ട്രയെ മാത്രമായിരുന്നു. ബോർ അറ്റോമിക് മോഡൽ വെച്ചുകൊണ്ട് നമുക്ക് ഹൈഡ്രജന്റെ അറ്റോമിക് മോഡൽ മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂ. ഹൈഡ്രജൻ അതല്ലെങ്കിൽ സിംഗിൾ ഇലക്ട്രോണുകളെ മാത്രമേ നമ്മൾക്ക് ബോർ അറ്റോമിക് മോഡൽ വെച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ലൈക്ക് ഹീലിയം പ്ലസ്, ലിഥിയം 2+, അങ്ങനെയുള്ള സിംഗിൾ ഇലക്ട്രോൺ ആയിട്ടുള്ള സിസ്റ്റത്തിനെ മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബോർ അറ്റോമിക് മോഡൽ ഉണ്ടായത് ഹൈഡ്രജൻ അറ്റോമിക് സ്പെക്ട്രയെ അത് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ഹൈഡ്രജൻ അറ്റോമിക് സ്പെക്ട്ര ഒന്നുകൂടി ക്ലോസർ നോക്കിയാൽ ചില ഒരേ ലൈൻ തന്നെ ഒരു ഡബ്ലറ്റ് ആയിട്ട് കാണാൻ കഴിയും, 2 ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കാണാൻ കഴിയും. അത് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. അതെന്താണെന്ന് പറയാൻ ബോർ അറ്റോമിക് മോഡലിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇതേ പറയുന്ന ഹൈഡ്രജനെയും മറ്റുമൊക്കെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ വെക്കുകയാണെങ്കിൽ ലൈൻ സ്പ്ലിറ്റിംഗ് നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ് എന്നാണെന്നും ബോറിന് പറയാൻ കഴിഞ്ഞില്ല. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ പറയുന്ന സ്പെക്ട്ര ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ, ആറ്റം വെച്ചുകൊണ്ട് ആറ്റം സ്പെക്ട്ര ചെയ്യുകയാണെങ്കിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടാൻ കഴിയും. മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതിനെ സീമാൻ ഇഫക്റ്റ് എന്നും, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്നുമാണ് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് ബോർ ആറ്റോമിക് മോഡൽ വെച്ചുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബോറിന് ആറ്റം മോഡൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ഈ ആറ്റം മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കെമിക്കൽ ബോണ്ടുകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് മോളിക്യുലാർ ഫോർമേഷൻ ഫ്രം ആറ്റം അത് നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ അറ്റോമിക് മോഡലിന് കഴിഞ്ഞില്ല. ഇതിനെല്ലാത്തിനും പ്രധാനപ്പെട്ട ഒരു കാരണം പൊതുവെ പറയുകയാണെങ്കിൽ ബോർ ഇലക്ട്രോണിന്റെ പൊസിഷനെ അബ്സല്യൂട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ബോർ പറഞ്ഞത് എന്താ, ഓർബിറ്റുകളിലാണ് ഇലക്ട്രോൺ കാണുന്നത്. ഈ ഓർബിറ്റിന് ഒരു റേഡിയസ് വരെ ബോർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കൃത്യമായ ഈ റേഡിയസിൽ തന്നെയായിരിക്കും ഇലക്ട്രോണുകൾ കാണപ്പെടുക, ഇലക്ട്രോണുകൾ അങ്ങനെ സർക്കുലർ മൂവ് ചെയ്യുന്നു എന്ന് ബോർ പറഞ്ഞു വെച്ചു. എന്നാൽ പിന്നീടുണ്ടായിട്ടുള്ള സയൻസിലുണ്ടായിട്ടുള്ള കണ്ടെത്തലുകൾ ബോറിന്റെ ഈ ഒരു പ്രപ്പോസലിനെ പാടെ നിരാകരിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് ആബ്സല്യൂട്ട് എന്ന ടേമിൽ നിന്നും പ്രോബബിലിറ്റി എന്ന ടേമിലേക്ക് നമ്മൾ വരികയും പിന്നീട് നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ആൻഡ്